إن الحمد لله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهدي الله فلا مضل له ومن يضلله فلا هادي له أشهد أن لا إله إلا الله وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن خير الكلام كلام الله وخير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة أعوذ بالله من الشيطان الرجيم يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون بسم الله الرحمن الرحيم وجعلنا منهم أئمة يهدون بأمرنا لما صبروا وكانوا بآياتنا يوقنون ബഹുമാനരായ സത്യവിശ്വാസികളെ വിശ്വാസികൾ, അള്ളാഹുവിനെ സൂക്ഷിച്ചുകൊണ്ട് അവന്റെ വിധിവിലക്കുകൾ ജീവിതത്തിന്റെ എല്ലാ മേഖലയിലും എല്ലാ സന്ദർഭത്തിലും പാലിച്ചുകൊണ്ട് ജീവിക്കണമെന്ന് ഏവരെയും ഓർമ്മപ്പെടുത്തുകയാണ്, വസിയത്ത് ചെയ്യുകയാണ്. ഉറച്ച വിശ്വാസവും ക്ഷമയും ഈ കാലഘട്ടത്തിൽ നമ്മെ സംബന്ധിച്ചിടത്തോളം വളരെ പ്രധാനപ്പെട്ട രണ്ട് ആയുധങ്ങളാണ്. അങ്ങനെയുള്ളവർക്ക് മാത്രമേ അള്ളാഹുവിന്റെ അടുക്കൽ നിന്നുള്ള ഹിദായത്തും അതുപോലെ തന്നെ അവരെ മാത്രമേ അള്ളാഹു ഈ സമൂഹത്തെ നയിക്കാൻ വേണ്ടി ചുമതലപ്പെടുത്തുകയും ചെയ്യുകയുള്ളൂ എന്നാണ് വിശുദ്ധ ഖുർആൻ ഓർമ്മപ്പെടുത്തുന്നത്. അതാണ് സൂറത്ത് സജദയിൽ നിന്ന് 24-ാമത്തെ ആയത്ത് ഞാൻ ഓതിവെച്ചത്. വജഅൽനാ മിൻഹും അഇമ്മത്തൻ യഹ്ദൂന ബിഅംരിനാ. വജഅൽനാ മിൻഹും, നിങ്ങളിൽ നിന്ന് നാം ആക്കുകയും ചെയ്തിരിക്കുന്നു, അഇമ്മത്തൻ നേതാക്കന്മാരെ, യഹ്ദൂന ബിഅംരിനാ നമ്മുടെ കൽപ്പന പ്രകാരം മാർഗദർശനം നൽകുന്ന നേതാക്കളെ നാം നിങ്ങളിൽ നിന്നാക്കുകയും ചെയ്തിരിക്കുന്നു. എന്താ കാര്യം? ലമ്മാ സ്വബറു, അവർ ക്ഷമ കൈക്കൊള്ളുന്നവരാണ്. വകാനൂ ബിആയാതിനാ യൂഖിനൂൻ, അവർ നമ്മുടെ ദൃഷ്ടാന്തങ്ങളിൽ ഉറച്ച് വിശ്വസിക്കുന്നവരുമാകുന്നു എന്നാണ്. അപ്പോൾ ഉറച്ച വിശ്വാസവും ക്ഷമയും കൈമുതലായ ആളുകൾക്ക് മാത്രമേ ഏതൊരു സന്ദർഭത്തിലും തന്റെ വിശ്വാസത്തിലും അതുപോലെ സംസ്കാരത്തിലും ഉറച്ചു നിൽക്കുവാൻ കഴിയുകയുള്ളൂ എന്ന് നാം തിരിച്ചറിയേണ്ടതുണ്ട്. ക്ഷമിക്കണം എന്ന് പറയുമ്പോൾ നമുക്ക് വേഗം ഓർമ്മ വരിക, ആരെങ്കിലും എന്തെങ്കിലും കൊണ്ട് ചെയ്തു കഴിഞ്ഞാൽ സോറി എന്ന് പറയും നമ്മൾ സാധാരണ, അല്ലെങ്കിൽ എന്തെങ്കിലും ആരെങ്കിലും പറഞ്ഞാൽ അതിന് ക്ഷമിച്ചു കൊടുക്കുക. അങ്ങനെ വളരെ ഉപരിപ്ലവമായി മാത്രമാണ് ക്ഷമയെക്കുറിച്ച് നമ്മൾ പലപ്പോഴും പറയാറുള്ളത്. എന്നാൽ ക്ഷമക്ക് അതിനപ്പുറവും ചില തലങ്ങളുണ്ട് എന്ന് നമ്മൾ മനസ്സിലാക്കണം. പണ്ഡിതന്മാർ പറഞ്ഞിട്ടുണ്ട്, അസ്വബുറു സലാസത്തു അൻവാഴ്, ക്ഷമക്ക് 3 തരം ഉണ്ട് എന്നതാണ്. അതിലൊന്ന് സ്വബുറുൻ അല ത്വാഅ, അള്ളാഹുവിനെ അനുസരിക്കുന്ന കാര്യത്തിലുള്ള ക്ഷമ. അതായത് പടച്ച തമ്പുരാൻ നമ്മളോട് കൽപ്പിച്ചിരിക്കുന്ന ആരാധനാ അനുഷ്ഠാനങ്ങൾ വൃത്തിയായും കൃത്യമായും ഒരാൾക്ക് നിർവഹിക്കാൻ കഴിയണമെങ്കിൽ അങ്ങേയറ്റത്തെ ക്ഷമ വേണം. ഇപ്പൊ ഇന്നത്തെ ദിവസം എടുത്തു നോക്കി നിങ്ങൾ, ഇന്ന് എത്ര ആളുകൾക്ക് സുബൈ ജമാഅത്ത് ലഭിച്ചു? ആ സുബൈ ജമാഅത്ത് ലഭിക്കണമെങ്കിൽ നല്ല ക്ഷമ വേണം. ആ ഒരു തണുപ്പത്ത് അത് ആ പുതപ്പ് മാറ്റി എഴുന്നേറ്റ് പള്ളിയിൽ പോയി നിസ്കരിക്കുക എന്നുള്ളതിന് നല്ല നിശ്ചയദാർഢ്യവും ക്ഷമയും ഉള്ളവർക്ക് മാത്രമേ കഴിയുള്ളൂ. അതേപോലെ ഇസ്ലാമിന്റെ ഏതൊരു കാര്യമാണെങ്കിലും, അത് നമസ്കാരമാകട്ടെ, നോമ്പാകട്ടെ, സക്കാത്ത് ആകട്ടെ, ഏത് കാര്യമാണെങ്കിലും, അപ്പൊ നമ്മുടെ സഹോദരിമാരോട് അത് കൃത്യമായി തന്റെ സ്വർണത്തിന്റെ സക്കാത്ത് കൊടുക്കണം എന്ന് പറഞ്ഞ നല്ല ക്ഷമയുള്ളവർക്ക് മാത്രമേ അത് കൊടുക്കാൻ കഴിയുള്ളൂ. കാരണം 1,30,000 രൂപ അധികം കവിഞ്ഞു നിൽക്കുകയാണ് ഇപ്പോൾ. അപ്പൊ അതിന്റെ 2.5% കൊടുക്കണം എന്ന് പറയുമ്പോൾ നല്ല നിശ്ചയദാർഢ്യമുള്ളവർക്ക് അതിന് കഴിയുള്ളൂ. അത് ഏത് കാര്യം അങ്ങനെ തന്നെയാണ്. സമയമായിട്ട് ഹജ്ജ് ചെയ്യാതെ നടക്കുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം അത് നല്ല ക്ഷമയും ആ ഇബാദത്ത് ചെയ്യണം എന്നുള്ളൊരു നിശ്ചയദാർഢ്യവും ഉള്ള ആളുകൾക്ക് മാത്രമേ ആ ഹജ്ജ് പോയി ചെയ്യാൻ കഴിയുള്ളൂ. അല്ലാത്ത ആളുകൾ കുറേ ന്യായം പറഞ്ഞ് അങ്ങനെ നീട്ടിക്കൊണ്ടുപോകും. ഇത് ഏത് കാര്യം അങ്ങനെ തന്നെയാണ്. അതാണ് ഒന്ന് പറഞ്ഞത്
സുബുറുൻ അല ത്വാഅ എന്ന് പറഞ്ഞു. വേറൊന്ന് വസുബുറുൻ അനിൽ മഅസിയ, അതുപോലെ തന്നെ അനുസരണക്കേട് കാണിക്കാതിരിക്കാനുള്ള ക്ഷമ, അതായത് തെറ്റ് ചെയ്യാതിരിക്കാനുള്ള ക്ഷമ. അതായത് തെറ്റിന്റെ ഒരു വലയത്തിനുള്ളിലൂടെയാണ് ഇന്ന് നമ്മൾ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. എവിടെ നോക്കിയാലും അനിഷ്ടകരമായ കാര്യങ്ങൾ കാണുന്നു, കേൾക്കുന്നു, അനുഭവിക്കുന്നു. അതിനിടയിൽ അള്ളാഹുവിനെ സൂക്ഷിച്ച് ജീവിക്കുക എന്ന് പറയുന്നത് അങ്ങേയറ്റം ക്ഷമയുള്ളവർക്ക് മാത്രം കഴിയുന്ന കാര്യമാണ്. മൂന്നാമത് പറഞ്ഞ വസ്വബുറുൻ അലൽ ബല, പരീക്ഷണങ്ങളിൽ ക്ഷമിക്കുക എന്നതാണ്. എന്തെങ്കിലും നിലക്കത് സൃഷ്ടികളിൽ നിന്നാകാം, മറ്റേത് രീതിയിലാകാം, അള്ളാഹുവിന്റെ അടുക്കൽ നിന്നുള്ളതാകാം. പരീക്ഷണങ്ങൾ വരുമ്പോൾ അതിൽ പതറാതെ നിൽക്കുക എന്നതാണ് മൂന്നാമത്തെ കാര്യം. ഇവിടെ ഇസ്ലാമിൽ ഉള്ളത് ചെയ്യാനും ഇല്ലാത്തത് ചെയ്യാതിരിക്കുവാനുമുള്ള ക്ഷമ ആർക്കുണ്ടോ അവർക്കാണ് വിജയം എന്ന് പറയുന്നത്. അത് നമുക്ക് എത്രത്തോളം ഉണ്ട് എന്ന് നമ്മൾ ഓരോരുത്തരും ആലോചിക്കുക. അത് ആലോചിക്കാൻ ഞാനൊരു ഉദാഹരണം പറയാം. ആ ഉദാഹരണം നമ്മളുമായി ഒന്ന് ചേർത്ത് വെച്ചുകൊണ്ട് നമ്മൾ ആലോചിക്കുക. അതായത് ഇസ്ലാമിൽ ഉള്ളത് ചെയ്യാം, ഇല്ലാത്തത് ഒഴിവാക്കാനുള്ള ഒരു മനസ്സുണ്ടാവും. പക്ഷെ ഇന്ന് പലപ്പോഴും നമ്മൾ കാണുന്നത് എന്താ? ഉള്ളത് ചെയ്യാൻ ആളുകൾക്ക് മടിയാണ്, അല്ലെങ്കിൽ അറിവില്ലായ്മയാണ്. എന്നാൽ ഇല്ലാത്തത് ചെയ്യാൻ വലിയ ആവേശവുമാണ്. അതിനെക്കുറിച്ച് പഠിക്കാനും ചോദിക്കാനും വലിയ ആവേശവുമാണ്. അതാണ് ഞാനൊരു എക്സാമ്പിൾ പറയാൻ കാരണം. ഇപ്പൊ നമ്മൾ ജീവിച്ചുകൊണ്ടിരിക്കുന്ന ഈ മാസം ഷാബാൻ മാസമാണ്. ഷാബാൻ മാസത്തോട് മുസ്ലിം സമുദായത്തിന്റെ ഒരു സമീപനം എന്ന് പറയുന്നത് ഈ ഒരു മാനദണ്ഡത്തിൽ വെച്ചുകൊണ്ട് നമ്മൾ ഒന്ന് ചിന്തിക്കണമെന്നാണ് എനിക്ക് പറയാനുള്ളത്. ഷാബാൻ മാസം എന്ന് പറയുമ്പോൾ ഒരു വലിയ വിഭാഗത്തിൽ ഇന്ന് മുസ്ലിം സമുദായത്തിൽ വേഗം ഓർമ്മ വരുന്നൊരു കാര്യമുണ്ട്. അതെന്താ? ബറാത്ത് നോമ്പ് ഓർമ്മ വരും. അതെന്താ സംഭവം ശരിക്ക്? അതായത് ഷാബാൻ 15 ഒരു പ്രത്യേക നോമ്പ്, അന്ന് രാത്രി പ്രത്യേക ഒരു നിസ്കാരം. ഇതെല്ലാവർക്കും ഓർമ്മ വരും, പല ആളുകൾക്ക് ഓർമ്മ വരും, ഭൂരിപക്ഷം ആളുകൾക്ക് ഓർമ്മ വരും. യഥാർത്ഥത്തിൽ ഇസ്ലാമിന്റെ കണ്ണിലൂടെ നോക്കുകയാണെങ്കിൽ അങ്ങനെ ഒരു നോമ്പില്ല. അത് ബിദ്അത്താണ്. അത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിട്ടില്ല. പക്ഷെ അതിനെക്കുറിച്ചാണ് ആളുകൾക്ക് വലിയ ആവേശം ഉണ്ടാകാറുള്ളത്. ഇനി ആരെങ്കിലും ആ നോമ്പ് എടുക്കാത്ത ഒരാളുണ്ടെങ്കിൽ അവനെ എന്തോ ഒരു സുന്നത്തില്ലാത്തവനും സുന്നത്ത് ഇഷ്ടപ്പെടാത്തവനും എന്നുള്ള രീതിയിലാണ് പലപ്പോഴും ചിത്രീകരിക്കപ്പെടുകയും ചെയ്യാറുള്ളത്. എന്നാൽ ഈ ഷാബാൻ മാസത്തിൽ തന്നെ കൃത്യമായി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച കുറെ കാര്യങ്ങളുണ്ട്. ആ കാര്യങ്ങളെപ്പറ്റി, ഷാബാനിന്റെ പുണ്യത്തിനെ പറ്റി പറഞ്ഞതുണ്ട്. അതിനെക്കുറിച്ച് പലർക്കും ഒരു ധാരണയൊട്ടും ഉണ്ടാവില്ല. എന്താ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്? അൻ ഉസാമത്ത് ബിൻ സെയ്ദ് ഖാല ഖുൽതു യാ റസൂലല്ലാഹ്. ഉസാമത്ത് ബിൻ സെയ്ദ് റളിയല്ലാഹു അൻഹുവിൽ നിന്ന് ഞാൻ റസൂലുള്ളാഹിയോട് ചോദിച്ചു, ലം അറക തസൂമു ശഹ്റൻ മിന അശ്ശുഹൂരി മാ തസൂമു മിൻ ശഅബാൻ. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ചോദിക്കുക, പ്രവാചകരെ, മറ്റു മാസങ്ങളെക്കാളും ശഅബാൻ മാസത്തിൽ താങ്കൾ നോമ്പ് കൂടുതലായി നോൽക്കുന്നുണ്ടല്ലോ, എന്നാൽ അതേപോലെ മറ്റു മാസങ്ങളിൽ ഞാനത് കാണാറില്ല. കൂടുതൽ നോമ്പ് നോൽക്കാറുള്ളത് ശഅബാൻ മാസത്തിലാണ്. അപ്പൊ റസൂലുള്ളാഹി പറഞ്ഞു, ദാലിക ശഹ്റുൻ, അതൊരു മാസമാണ്. എന്താ മാസത്തിന്റെ പ്രത്യേകത? യഗ്ഫുലു നാസു അൻഹു ബൈന റജബിൻ വ റമളാൻ. റമളാനിന്റെയും റജബിന്റെയും ഇടയിൽപ്പെട്ട് ആളുകൾ അശ്രദ്ധയിലായി പോകുന്ന ഒരു മാസമാകുന്നു ഏത്? ഈ ശഅബാൻ മാസം എന്ന് പറയുന്നത്. കാരണം റജബ് എന്ന് പറഞ്ഞാൽ പവിത്രമാക്കപ്പെട്ട 4 മാസങ്ങളിൽ ഒരു മാസമാണ്, യുദ്ധമൊന്നും പാടില്ലാത്ത മാസമാണ്. അതുകൊണ്ട് അറബികൾക്കിടയിൽ ആ മാസത്തെ ഒന്ന് പ്രത്യേകം അവർക്ക് ഒരു ഓർമ്മ ഉണ്ടാവും, യുദ്ധം പാടില്ല എന്നുള്ളതുകൊണ്ട്. അതേപോലെ റമദാൻ എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും ഓർമ്മയുള്ളതാണ്, വലിയ മഹത്വമുള്ള ഒരു മാസവുമാണ്. ഇതിന്റെ രണ്ടിന്റെയും ഇടയിൽ പെട്ടുപോകുന്ന, അശ്രദ്ധമായി പോകുന്ന ഒരു മാസമാകുന്നു ശഅബാൻ മാസം. എന്നിട്ട് റസൂലുള്ളാഹി പറഞ്ഞു, വഹുവ ശഹ്റുൻ, ആ മാസത്തിന്റെ പ്രത്യേകത എന്താ? തുർഫഉ ഫീഹിൽ അഅമാലു ഇലാ റബ്ബിൽ ആലമീൻ. ലോകരക്ഷിതാവായ അള്ളാഹുവിലേക്ക് കർമ്മങ്ങൾ മുഴുവനും ഉയർത്തപ്പെടുന്ന മാസമാകുന്നു യഥാർത്ഥത്തിൽ ശഅബാൻ മാസം. ഫഉഹിബ്ബു അൻ യുർഫഅ അമലി, അതുകൊണ്ട് എന്റെ അമലുകൾ അള്ളാഹുവിലേക്ക് ഉയരണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. വഅന സ്വായിമുൻ, അതുകൊണ്ട് ഞാൻ ഈ ശഅബാൻ മാസത്തിൽ എന്ത് ചെയ്യും? ധാരാളമായി ഞാൻ നോമ്പ് നോൽക്കും. ഇതാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അതിന് കൊടുത്ത മറുപടി. അപ്പൊ എന്ത് മനസ്സിലായി? ശഅബാൻ മാസത്തിൽ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു ശഅബാൻ 15 നോമ്പല്ല, മറിച്ച് ആ മാസത്തിൽ പരമാവധി നോമ്പ് നോൽക്കുമായിരുന്നു എന്നാണ്. നോക്കൂ, നിങ്ങൾ ആയിഷ ബീവിയിൽ നിന്ന് റിപ്പോർട്ട് ചെയ്യുന്ന ഒരു ഹദീസ്, വമാ റഅയ്തു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇസ്തക്മല സുയാമ ശഹരി ഖത്തു ഇല്ല റമളാൻ. റമളാനിലല്ലാതെ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മാസം മുഴുവൻ നോമ്പ് നോൽക്കാറുണ്ടായിരുന്നില്ല. എന്നാൽ വമാ റഅയ്തുഹു ഫി ശഹരി അക്സറ മിൻഹു സിയാമൻ ഫി ശഅബാൻ. റമളാൻ കഴിഞ്ഞാൽ പിന്നെ ഏറ്റവും കൂടുതൽ നോമ്പ് നോറ്റിരുന്ന മാസം ഏതാണ്? ശഅബാൻ മാസമായിരുന്നു. എന്നാൽ എല്ലാ ദിവസവും നോമ്പ് നോൽക്കൽ എവിടെ മാത്രമേ ഉള്ളൂ? റമളാനിൽ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അത് കഴിഞ്ഞാൽ പരമാവധി നോമ്പ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ശഅബാനിൽ വർദ്ധിപ്പിച്ചിരുന്നു എന്ന് നമുക്ക് കാണാൻ കഴിയും. ഈ വിവരം എത്ര ആൾക്കറിയും?
എന്നാ ഞാൻ ചോദിക്കുന്നത്. ഈ വിവരം നമ്മുടെ സമുദായത്തിൽ എത്ര പേർക്ക് അറിയാം? ശഅബാൻ എന്ന് പറഞ്ഞാൽ 15 നോമ്പുണ്ട്, അത് ബറാത്ത് നോമ്പാണ്, അതിന് വലിയ പുണ്യാണ് എന്നറിയാം. യഥാർത്ഥത്തിൽ അത് ബിദഅത്താണ്. എന്നാൽ ഉള്ള നോമ്പുണ്ട്, ആ നോമ്പ് ഏതാ? അത് പരമാവധി കഴിയുന്നിടത്തോളം നോക്കി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അങ്ങനെ ഒരു വിവരം പലപ്പോഴും സമുദായത്തിന്റെ അടുക്ക് ഇല്ല എന്നതാണ്. അതുകൊണ്ട് പ്രത്യേകിച്ച് ഇത് കേൾക്കുന്ന സഹോദരിമാർ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് എന്താ, അവർക്ക് ഒരുപാട് നോമ്പ് കഴിഞ്ഞ പ്രാവശ്യമൊക്കെ നഷ്ടപ്പെടാൻ ഏറെ സാധ്യതയുള്ള ആളുകളാണ്. അതുകൊണ്ട് ആയിഷ ബീവിയുടെ ഒരു ചര്യയുണ്ട്. ആയിഷ നോക്കൂ നിങ്ങൾ, തഖൂലു, അവർ പറയാണ്, കാന യകൂനു അലയ്യ സ്വൗമു മിനർ റമളാൻ, റമളാനിൽ നിന്ന് ബാക്കിയാകുന്ന നോമ്പുകള് ഫല അസ്തതിഉ അൻ അഫ്അഖ്ലി ഇല്ലാ ഫി ശഅബാൻ, ഞാൻ ശഅബാനിലല്ലാതെ നൂറ്റ് വീട്ടാറുണ്ടായിരുന്നില്ല എന്നാണ്. അഥവാ ശഅബാൻ മാസത്തിൽ ആയിഷ ബീവി കഴിഞ്ഞ റമദാനിൽ നഷ്ടപ്പെട്ട നോമ്പുകളൊക്കെ നോറ്റ് വീട്ടാനും കൂടി അത് ഉപയോഗപ്പെടുത്തിയിരുന്നു എന്ന് നമുക്ക് കാണാൻ കഴിയും. അപ്പൊ സഹോദരിമാർ ശ്രദ്ധിക്കേണ്ട കാര്യമാണ്, ഇതാ റമദാൻ വരാൻ പോവുകയാണ്, റമദാനിന്റെ പടിവാതിൽക്കലാണ് നമ്മൾ ഉള്ളത്. അതുകൊണ്ട് ഈ ശഅബാൻ മാസത്തിൽ ആ നിയ്യത്ത് കൂടി ഉണ്ടായിക്കൊണ്ട് എന്ത് ചെയ്യണം, അവരുടെ നോമ്പ് അവർ നോറ്റ് വീട്ടേണ്ടതുണ്ട്. സാധാരണ വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം എത്രത്തോളം ഈ മാസത്തിൽ നോമ്പ് നോൽക്കാൻ കഴിയുമോ അത് നോൽക്കണമെന്നാണ്. എന്നാൽ പിശാചാകട്ടെ ശഅബാനിൽ ദീനിലില്ലാത്തത് ചെയ്യിപ്പിക്കുന്നു എന്നതാണ്. അതിനൊരു ജാഗ്രത നമുക്ക് വേണ്ടതുണ്ട്. ശഅബാൻ 15 പ്രത്യേകമായൊരു നോമ്പ് നിസ്കാരം ഉണ്ട് എന്ന് പറയാൻ വേണ്ടി ചില ഹദീസുകൾ പ്രചരിപ്പിക്കാറുണ്ട്. അതിലൊരു ഹദീസ് ഇങ്ങനെയാണ്, ഇദാ കാന ലൈലത്തുൻ നിസ്ഫി മിൻ ശഅബാൻ ഫഖൂമു ലൈലഹാ വസൂമു നഹാറഹാ. അതായത് ഈ ശഅബാനിന്റെ പകുതിയിൽ ഒരു രാവുണ്ട്, അന്ന് നിങ്ങൾ എന്ത് ചെയ്യണം, നോമ്പ് നിങ്ങൾ നമസ്കരിക്കണം, അതിന്റെ പകലിൽ നിങ്ങൾ നോമ്പ് നോൽക്കുകയും വേണം. ഈ ഹദീസ് ളഈഫാണ്, അത് കെട്ടിച്ചമച്ചതാണ് എന്ന് പണ്ഡിതന്മാരെല്ലാവരും നമ്മളെ ഓർമ്മപ്പെടുത്തിയതുമാണ് എന്ന് നമ്മൾ മനസ്സിലാക്കണം. എന്നാൽ ആ ശഅബാൻ 15 രാത്രിയെ പറ്റി ഒരു പ്രത്യേകത ഹദീസിൽ വന്നിട്ടുണ്ട്, അതും നമ്മൾ ഇതിന്റെ കൂടെ അറിയേണ്ടതുണ്ട്. അതെന്താ, അൻ നബി മൂസൽ അശ്അരിയു അൻ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഖാൽ ഇന്നല്ലാഹ, നിശ്ചയമായും അല്ലാഹു ലയത്തലിഉ ഫീ ലൈലത്തിൻ നിസ്ഫി മിൻ ശഅബാൻ, ശഅബാനിന്റെ ആ പകുതിയാവുമ്പോൾ അല്ലാഹു ഇറങ്ങി വരും. എന്നിട്ടോ ഫയഗ്ഫിറു ലിജമീഇ ഖൽഖിഹി, എല്ലാ സൃഷ്ടികൾക്കും അല്ലാഹു പൊറുത്തു കൊടുക്കും. ആർക്കൊഴിച്ച്? ഇല്ലാ ലിമുശ്രിക്കിൻ ഔ മുശാഹിനിൻ, മുശ്രിക്കിനും പുറത്തു കൊടുക്കൂല, മുശാഹിനും പുറത്തു കൊടുക്കൂല എന്നാണ്. മുശ്രിക്ക് എന്ന് പറഞ്ഞാൽ അള്ളാഹുവിൽ പങ്കു ചേർക്കുന്ന ആൾക്കാർ, അവർക്ക് പുറത്തു കൊടുക്കൂല. പിന്നെ മുശാഹിന്, ആരാ മുശാഹിൻ എന്ന് പറഞ്ഞാൽ? അൽ മുശാഹിൻ എന്ന് പറഞ്ഞാൽ ഹുവ അൽ മആദി, ശത്രുതയും പകയും, മറ്റൊരാളെ കുറിച്ച് ശത്രുതയും പകയും ഉള്ളിൽ കൊണ്ട് നടക്കുന്ന ആളുകൾക്കാണ് മുശാഹിൻ എന്ന് പറയാം. ഇവിടെ നമ്മൾ കൂട്ടത്തിൽ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, നമ്മുടെ ജീവിതത്തിൽ എവിടെയെങ്കിലും ശിർക്ക് വരുന്നുണ്ടെങ്കിൽ അത് ഒഴിവാക്കണം. രണ്ടാമത്തത്, ആരോടെങ്കിലും ശത്രുതയും പകയും ഉണ്ടെങ്കിൽ അത് ഒഴിവാക്കണം. എങ്കിൽ നമുക്ക് കിട്ടാവുന്ന ഒരു മഹത്വം ഈ മാസത്തിലുണ്ട്. അതെന്താ? ശഅബാനിന്റെ പകുതിയിലുള്ള രാത്രിയിൽ അള്ളാഹു ഈ 2 കാര്യങ്ങൾ ചെയ്യാത്തവർക്കൊക്കെ പുറത്തു കൊടുക്കും എന്നാണ്. അപ്പൊ അങ്ങനെ ഒരു പുണ്യമുണ്ട്. പക്ഷെ ആ ദിവസം പ്രത്യേകമായൊരു നിസ്കാരം പഠിപ്പിച്ചിട്ടില്ല, അന്നിന്റെ പകലിൽ ഒരു പ്രത്യേകമായൊരു നോമ്പ് പഠിപ്പിച്ചിട്ടില്ല. ഇത് വേർതിരിച്ച് തന്നെ നമ്മൾ മനസ്സിലാക്കണം. ഇതിനാ ക്ഷമ വേണമെന്ന് ഞാൻ പറഞ്ഞത്. അതായത് ഇസ്ലാമിലുള്ളത് ഏതാണെന്ന് പഠിച്ചറിയാനും ഇല്ലാത്തത് ഏതാണെന്ന് തിരിച്ചറിയാനും എന്നിട്ട് ഉള്ളത് അനുഷ്ഠിക്കാനും ഇല്ലാത്തത് ഒഴിവാക്കാനുമുള്ള ഒരു ജാഗ്രതയുണ്ടാകണം. ആ ക്ഷമയുള്ളവർക്കാണ് യഥാർത്ഥത്തിൽ ദീനിൽ ഉറച്ചു നിൽക്കാൻ കഴിയുക എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. അപ്പൊ ബറാത്ത് എന്ന പേരിൽ ശഅബാൻ 15 എടുക്കുന്ന നോമ്പ് ബിദ്അത്താണ് എന്ന കാര്യം എല്ലാ പണ്ഡിതന്മാരും കൃത്യമായി തന്നെ അത് പറഞ്ഞിട്ടുണ്ട്. അതിൽ വന്ന ഹദീസുകൾ മുഴുവനും ദുർബലമാണ്, അല്ലെങ്കിൽ കെട്ടിച്ചമച്ചതാണ് എന്ന് പണ്ഡിതന്മാർ പറഞ്ഞിരിക്കുന്ന ഒരു കാര്യമാണ്. അതേസമയം നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം എന്താ? ശഅബാൻ മാസത്തിന്റെ ഭൂരിഭാഗവും നോമ്പെടുക്കൽ പ്രവാചക ചര്യയാണ്. അത് നമ്മൾ തിരിച്ചറിയണം. അതേപോലെ തന്നെ എല്ലാ ഹിജറ മാസത്തിലും 13, 14, 15 ദിവസങ്ങളിൽ അയ്യാമുൽ ബീദിന്റെ നോമ്പുണ്ട്. അത് നമ്മൾ തിരിച്ചറിയണം. അതേപോലെ തന്നെ എല്ലാ ആഴ്ചയിലെയും തിങ്കൾ, വ്യാഴം ദിവസങ്ങളിലെ നോമ്പ് പ്രത്യേകം സുന്നത്താകുന്നുവെന്ന് നമ്മൾ തിരിച്ചറിയേണ്ട മറ്റൊരു കാര്യമാണ്. അതേപോലെ ദാവൂദ് അലൈഹിസ്സലാത്തു വസ്സലാമയുടെ ഒന്നിടവിട്ട നോമ്പും നമ്മൾ ചര്യയാക്കുന്നത് നല്ലതാണ്. അപ്പൊ എന്ത് മനസ്സിലായി? മാത്രം നേരത്തെ പറഞ്ഞ പോലെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ ശഅബാൻ മാസത്തിൽ ധാരാളമായി നോമ്പ് നോറ്റിരുന്നു എന്നും പറയുന്നു. അപ്പൊ എന്താ ഇതിനാകത്തുക ഒരു വിശ്വാസം എടുക്കേണ്ടത്? ശഅബാനിൽ നമുക്ക് പരമാവധി നോമ്പ് നോൽക്കാം. എന്നാൽ ഇവയിൽ ഏതെങ്കിലും നോമ്പ് ശഅബാൻ 15 വന്നാൽ അത് ബിദ്അത്തിന്റെ ഗണത്തിൽ വരൂല. അത് തിരിച്ചറിയണം. അപ്പൊ നമ്മൾ നോൽക്കുന്ന തിങ്കൾ, വ്യാഴം നോമ്പ്, അല്ലെങ്കിൽ 13, 14, 15 നോമ്പ്, അല്ലെങ്കിൽ ഒരാൾ ഒന്നിടവിട്ടുകൊണ്ട് ഈ ശഅബാനിൽ നോമ്പ് നോറ്റുകൊണ്ടിരിക്കുന്നു എന്ന് വിചാരിക്കുക. അപ്പൊ സ്വാഭാവികമായിട്ട് ഇതിൽ ഏതെങ്കിലും ഒരു നോമ്പ് എന്തിൽ വരാം?
15 വരാം. അങ്ങനെ ഒരാൾക്ക് നോമ്പ് 15 വന്നാൽ അത് ബിദ്അത്താണെന്ന് ആരും ഇവിടെ പറയുന്നില്ല. എന്നാൽ ഈ പറഞ്ഞ നോമ്പൊന്നുമില്ലാതെ 15 മാത്രം ഒരു പുണ്യം കൽപ്പിച്ച് അന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു നോമ്പെടുക്കാൻ പറഞ്ഞിട്ടുണ്ടെന്ന് പറഞ്ഞ് അതിന് വലിയ മഹത്വമുണ്ട് എന്ന് ദുർബലമായ ഹദീസുകൾ കൊണ്ടുവന്ന് ചെയ്യുന്ന നോമ്പിനെയാണ് ബിദ്അത്ത് എന്ന് പറയുന്നത്. അപ്പോ ഓരോ മാസത്തിലും നമ്മൾ ഇസ്ലാമിലുള്ളതേതാണ്, ഇസ്ലാമിലില്ലാത്തതേതാണ് എന്ന് തിരിച്ചറിഞ്ഞുകൊണ്ടായിരിക്കണം ഈ കാര്യം ചെയ്യേണ്ടത്. ശഅബാൻ 15 പ്രത്യേകമായി നോൽക്കുന്നതിനെയാണ് നമ്മൾ ബിദ്അത്ത് എന്ന് പറയുന്നത്. മറ്റെന്നാൽ ശഅബാൻ മാസത്തിൽ പരമാവധി നോമ്പ് നോൽക്കുക എന്നത് ഈ പ്രമാണങ്ങളിൽ സ്ഥിരപ്പെട്ട് വന്നിരിക്കുന്ന കാര്യമാകുന്നു. ഇപ്പൊ ശഅബാൻ 15 രാവിലെ ഒരു നിസ്കാരത്തെക്കുറിച്ച് ഒരു ഹദീസ് പറയാറുണ്ട്. യാ അലി മൻ സ്വല്ല ലൈലത്തൻ നിസ്ഫി മിഅത റകഅത്തിൻ ബിഅൽഫിൻ ഖുൽ ഹുവല്ലാഹു അഹദ് ഖലല്ലാഹു ലഹു കുല്ല ഹാജത്തിൻ ത്വലബഹാ തിൽക്കൽ ലൈല എന്ന്. ഈ ഹദീസ് ദുർബലമാണ്. ഒരിക്കലും ഇത് വെച്ചുകൊണ്ട് നമ്മൾ അമൽ ചെയ്യാൻ പാടില്ല. അതായത് ആരെങ്കിലും ഈ ശഅബാനിന്റെ പകുതിയിൽ 1000 റകഅത്ത് ഖുൽ ഹുവല്ലാഹു അഹദ് ഓതിക്കൊണ്ട് നിസ്കരിച്ചാൽ ഖലല്ലാഹു ലഹു കുല്ല ഹാജത്തിൻ ത്വലബഹാ തിൽക്കൽ ലൈല, അന്ന് അവന്റെ എല്ലാ ആവശ്യങ്ങളും അള്ളാഹു നിർവഹിച്ചു കൊടുക്കും എന്ന ഒരു ഹദീസ് പറയാറുണ്ട്. ഇത് ദുർബലമാണ് എന്ന കാര്യം നമ്മൾ തിരിച്ചറിയണം. അങ്ങനെ ഒരു ഹദീസ് എന്ത് ചെയ്തിട്ടില്ല, സ്ഥിരപ്പെട്ട് വന്നിട്ടില്ല. അതിനാണ് സ്വലാത്തുൽ അൽഫിയ എന്ന പേരിൽ ഒരു പ്രത്യേക നിസ്കാരം തന്നെ കാണാറുണ്ട്. അതേപോലെ തന്നെ സ്വലാത്തുർ റആയിബ് എന്ന നമസ്കാരം റജബ് മാസത്തിൽ കാണാറുണ്ട്. ഇതിനെക്കുറിച്ചൊക്കെ ഇമാം നവവി പറഞ്ഞത് വഹാത്താനി സ്വലാത്താനി, ആ 2 നമസ്കാരങ്ങളും ബിദ്അത്താനി, അത് ബിദ്അത്താകുന്നു. വമുൻകറാതി വഖബീഹത്താനി, അത് 2 തിന്മയും മ്ലേച്ഛമായ കാര്യങ്ങളുമാകുന്നു എന്ന് പണ്ഡിതന്മാരൊക്കെ കൃത്യമായി രേഖപ്പെടുത്തിയിട്ടുണ്ട്. അപ്പൊ ഇല്ലാത്തത് നമ്മൾ ഒരിക്കലും ചെയ്യരുത്, എന്നാൽ ഉള്ളത് ചെയ്യണം. അപ്പോ ഈ നമസ്കാരത്തെക്കുറിച്ച് അബൂ ഉസാമ റഹ്മഹുല്ലാഹ് പറഞ്ഞത് വസയ്യന ശയാതീനു ലഹും ജഅലഹാ മിൻ അജലിൻ ശആഇരിൽ മുസ്ലിമീൻ, മുസ്ലിങ്ങളുടെ ശറഇൽപ്പെട്ടതാണെന്ന് പിശാച് ഇവർക്ക് ഇതിൽ തോന്നിപ്പിക്കുകയാണ് എന്നാണ്. അതായത് ഇതൊക്കെ ഇസ്ലാമിൽ ഉള്ളതാണെന്ന് ശൈത്താൻ മനുഷ്യന്മാരെ കൊണ്ട് തോന്നിപ്പിച്ച് ചെയ്യിപ്പിക്കുകയാണ് എന്ന് കൃത്യമായി നമുക്ക് കാണാൻ പറ്റും. ചില ആളുകൾ ഈ ദിവസത്തിനെ അത് ഖുർആൻ ഇറങ്ങിയ ദിവസമാണ് ശഅബാൻ 15 എന്ന് വരെ ദുർവ്യാഖ്യാനം ചെയ്തുകൊണ്ട് പറയാറുണ്ട്. ഇന്നാ അൻസൽനാഹു ഫീ ലൈലത്തിൻ മുബാറക ഇന്നാ കുന്നാ മുൻദിരീൻ എന്ന 44-ാം അധ്യായത്തിലെ 3-ാമത്തെ ആയത്ത് വെച്ചുകൊണ്ട് പറയുന്നത് ഇതാ ഈ രാത്രിയിലാകുന്നു എന്ന് അത് ഇറക്കപ്പെട്ടിരിക്കുന്നത് എന്ന് പറഞ്ഞ് ഖുർആൻ ഇറങ്ങി എന്ന് വരെ പറയാറുണ്ട്. എന്നാൽ അത് ആയത്തുകൾക്ക് തന്നെ എതിരാണ്. ഇന്നാ അൻസൽനാഹു ഫീ ലൈലത്തുൽ ഖദർ, നിശ്ചയമായും ലൈലത്തുൽ ഖദറിന്റെ രാവിലാകുന്നു അത് ഇറക്കപ്പെട്ടിരിക്കുന്നത് എന്ന് ഖുർആൻ തന്നെ കൃത്യമായി പറഞ്ഞിട്ടുണ്ട്. ശഹ്റു റമളാൻ അല്ലദീ ഉൻസില ഫീഹിൽ ഖുർആൻ ഹുദൻ ലിന്നാസ് വബയ്യിനാതിൻ മിനൽ ഹുദാ വൽ ഫുർഖാൻ, ഇത്ര വ്യക്തമായി വിശുദ്ധ റമളാനിലാണ് ഖുർആൻ ഇറക്കപ്പെട്ടിരിക്കുന്നത് എന്ന ആയത്തുണ്ടായിട്ടും ദുർവ്യാഖ്യാനിച്ചുകൊണ്ട് എന്ത് ചെയ്യുക, ഖുർആൻ വരെ ഇറങ്ങിയത് ശഅബാൻ 15. എന്തിനാ? ഇല്ലാത്തത് ആളുകൾക്ക് തോന്നാൻ വേണ്ടി, അന്നൊരു അമല് ചെയ്യിപ്പിക്കാൻ വേണ്ടി കെട്ടിച്ചമച്ച് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് ഇത് കേൾക്കുന്ന ഓരോ സഹോദരങ്ങളും മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഉള്ളതേ ചെയ്യാവൂ. ഇല്ലാത്തത് ചെയ്താൽ അതിന്റെ വിധി എന്താന്ന് ചോദിച്ചാൽ മൻ അഹദസ ഫീ അംരിനാ ഹാദാ മാ ലൈസ മിൻഹു ഫഹുവ റദ്ദുൻ, നമ്മുടെ ഈ കാര്യത്തിലില്ലാത്തത് ആരെങ്കിലും ചെയ്താൽ അത് മുഴുവനും തള്ളപ്പെടേണ്ടതാണ് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്. കുല്ലു ബിദ്അത്തിൻ ദലാല വകുല്ലു ദലാലത്തിൻ ഫിന്നാർ, അത് നരകത്തിലേക്കുള്ളതാണ് എന്ന്. അപ്പൊ എന്തിനാ നമ്മൾ നോമ്പ് നോറ്റിങ്ങാണ്ട് നരകത്ത് പോകേണ്ട കാര്യം എന്താ? അപ്പൊ ഇതൊക്കെ പറയുമ്പോൾ ആളുകൾക്ക് നിങ്ങൾക്ക് സുന്നത്തില്ല, നിങ്ങൾ സുന്നത്തിന് ഇഷ്ടപ്പെടാത്ത ആൾക്കാരാണ് എന്ന ന്യായമാണ് പറയാം. ഞാൻ എന്താ ഈ മാസത്തെ പറ്റി പറഞ്ഞത്? ഒരു നോമ്പല്ല നിങ്ങൾ നോൽക്കേണ്ടത്, പരമാവധി നോമ്പ് നോൽക്കണം എന്നാ പറഞ്ഞത്. തിങ്കളും വ്യാഴം നോൽക്കണം എന്നാ പറഞ്ഞത്. 13, 14, 15 നോൽക്കണം എന്നാ പറഞ്ഞത്. ദാവൂദ് നബിയുടെ നോമ്പ് ശീലമാക്കണം എന്നാ പറഞ്ഞത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കൂടുതൽ നോറ്റിരുന്നു എന്നാണ് പറഞ്ഞത്. അതൊക്കെ ചെയ്യണം എന്ന് പറയുമ്പോ ഈ 15 നിങ്ങൾ പ്രത്യേകമായൊരു നോമ്പില്ല എന്ന് പറയുമ്പോ എങ്ങനെ സുന്നത്തിനോട് ഇഷ്ടമില്ലാത്ത ആൾക്കാരായി മാറുക? അപ്പൊ ഇത് നമ്മൾ കൃത്യമായി ശൈത്താൻ നമ്മളെ വഴിതെറ്റിപ്പിക്കുകയാണ്. ഇല്ലാത്തത് ചെയ്യുമ്പോ ശൈത്താന് വലിയ ആവേശമാണ്. ഈ പറഞ്ഞ നോമ്പൊന്നും ആർക്കും ഓർമ്മ ഉണ്ടാവില്ല. ഇതൊന്നും എടുക്കാത്ത ആൾക്കാരാണ് കൊല്ലത്തിൽ ഈ മിറാജ് നോമ്പും ബറാത്ത് നോമ്പും വലിയ സംഭവമായിട്ട് എടുക്കാൻ വരാറുള്ളത്. എന്നാൽ ഇതൊന്നും ഒച്ചപ്പാടില്ലാതെ ചെയ്ത് നടക്കണ ഈ തിങ്കളും വ്യാഴവും നോമ്പും അതുപോലെ അയ്യാമുൽ ബീദിന്റെ നോമ്പും മറ്റു സുന്നത്ത് നോമ്പും ഒക്കെ ഇഷ്ടം പോലെ ചെയ്യണ ഒരുപാട് ആളുകളുണ്ട്. അവരാതും പെരുമ്പറടിക്കാറൊന്നുമില്ല, പറയാറില്ല. പക്ഷെ ഈ 2 നോമ്പിനെ പറ്റി വലിയ സംഭവമാക്കി പറയാറുണ്ട്. അതുകൊണ്ട് സുഹൃത്തുക്കളെ, ക്ഷമ എന്ന് പറഞ്ഞാൽ ഉള്ളത് ചെയ്യാനും ഇല്ലാത്തത് ചെയ്യാതിരിക്കുവാനുമുള്ള ജാഗ്രത നമുക്കുണ്ടാകണം. അതെല്ലാ വിഷയത്തിലും ഉണ്ടാകണം. അങ്ങനെ നെല്ലും പതിരും വേർതിരിച്ച് യഥാർത്ഥ ഹക്ക് ഏതാണെന്ന് മനസ്സിലാക്കി
അതിന്റെ കൂടെ നിന്ന് അതനുഷ്ഠിക്കുന്ന യഥാർത്ഥ മുത്തക്കികളിൽ മുഅ്മിനുകളിൽ അള്ളാഹു നമ്മേവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. അൽഹംദുലില്ലാഹ് വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹ് വഅലാ ആലിഹി വസ്വഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. ബഹുമാന്യരായ സത്യവിശ്വാസികളെ, വിശ്വാസിനികൾ, അള്ളാഹുവിനെ സൂക്ഷിച്ച് ജീവിക്കണമെന്ന് ഒരിക്കൽ കൂടി ഓർമ്മപ്പെടുത്തുകയാണ്, വസിയ്യത്ത് ചെയ്യുകയാണ്. ഇന്ന് നമ്മുടെ സമൂഹത്തിൽ കണ്ടുവരുന്നൊരു പ്രവണത പരിചിതരെ അകറ്റുകയും അപരിചിതരെ അടുപ്പിക്കുകയും ചെയ്യുന്ന ഒരു സാഹചര്യം ഇന്നുണ്ട്. അത് പുതിയ തലമുറയിലാണ് എന്ന് നിങ്ങൾ തെറ്റിദ്ധരിക്കണ്ട, എല്ലാ തലമുറയിലുമുണ്ട്. അതായത് അവനവന്റെ വാപ്പ, ഉമ്മ, അതേപോലെ അയൽവാസികൾ, സുഹൃത്തുക്കൾ, ബന്ധുക്കൾ, സഹപ്രവർത്തകർ, ഇവരോടൊപ്പം സമയം ചെലവഴിക്കാനും അവരോടൊപ്പം യാത്ര ചെയ്യാനും അവരോടൊപ്പം സംസാരിക്കാനും ഒന്നും ആർക്കും നേരമില്ല. ആ സമയത്ത് വരുമ്പോൾ എല്ലാവരും അവനാന്റെ മൊബൈൽ ഫോണും അവനാന്റെ ആളുകളുമായിട്ട് അങ്ങനെ പോകും. വീട്ടിൽ എന്തിന് അധികം ഒന്നിച്ച് ഭക്ഷണം കഴിക്കുന്ന സമയത്ത് പോലും എല്ലാവരും ഒന്നിച്ചിരിക്കുന്നുണ്ടാവും, പക്ഷെ എല്ലാവരും അവനവന്റെ ഫോണിലിരിക്കുന്നുണ്ടാവും. അതായത് അവനവന്റെ ആളുകളോട് കൂടുതൽ ബന്ധപ്പെടുക, സംസാരിക്കുക, സമയം ചെലവഴിക്കുക എന്നതിന് അതിനൊരു പ്രാധാന്യമില്ല, അതിന് സന്തോഷമല്ല. വീട്ടിലേക്ക് നേരത്തെ വരിക എന്നുള്ളതിലും പലർക്കും സന്തോഷമില്ല. എന്നാൽ ഇപ്പൊ ഇഷ്ടമുള്ളൊരു കാര്യം എന്താണെന്ന് ചോദിച്ചാൽ, എന്നെ പരിചയമില്ലാത്ത ആളുകൾ ആരെങ്കിലും ഉണ്ടെങ്കിൽ അവരെ പരിചയപ്പെടുക, അവരോട് ചാറ്റ് ചെയ്യുക, അവരോട് ബന്ധപ്പെടുക. അങ്ങനെ അവസാനം അതൊക്കെ പാടെ കൂടി ഇപ്പൊ രൂപം കണ്ടിരിക്കണം എന്ന് ചോദിച്ചാൽ അങ്ങനെയുള്ള കുറെ യാത്രകൾ ഉണ്ടായി വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അതിന് സോളോ ട്രിപ്പ് എന്ന് പേരിടും, അതേപോലെ തന്നെ സ്ട്രേഞ്ചേഴ്സ് ട്രിപ്പ് എന്ന് പേരിടും, അപരിചിതരുമായി ഒന്നിച്ചുള്ള യാത്ര. അതുപോലെ സോളോ ട്രിപ്പ് എന്ന് പറഞ്ഞാൽ ഒറ്റക്കുള്ള യാത്ര. അതിൽ പെൺകുട്ടികളാണ് കുറച്ച് കൂടുതൽ ആവേശം കാണിച്ചുകൊണ്ടിരിക്കുന്നത്. ഇത് എവിടുന്നാണ് കിട്ടുന്നത്? ഇത് റീൽസുകളിൽ നിന്നാണ് കിട്ടുന്നത്. ഈ ആളുകൾ ഇങ്ങനെ യാത്ര പോയിട്ട് അതിന്റെ റീൽസ് എടുത്ത് അത് വലിയ സംഭവമാക്കിയിട്ടിടും. ആ റീൽസ് കണ്ടിട്ട് പിന്നെ അതുപോലുള്ള യാത്രക്ക് വേണ്ടി ഇന്ന് നമ്മുടെ തലമുറ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നതാണ്. പ്രായമുള്ള ആളുകൾ വരെ അതിന് തയ്യാറായിക്കൊണ്ടിരിക്കുന്നുണ്ട്. അതിന് പ്രത്യേക സംവിധാനങ്ങളും വാട്സപ്പ് ഗ്രൂപ്പുകളും ഒക്കെ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നുണ്ട്. അപ്പൊ ഇതൊക്കെ ഞാൻ സൂചിപ്പിക്കാൻ കാരണം എന്താ വെച്ചാൽ, ഇങ്ങനെയുള്ള സംഗതികൾ എന്തിനാണെന്ന് നമ്മൾ കൃത്യമായിട്ട് മനസ്സിലാക്കണം. അതായത് അതിലുള്ള എല്ലാ പോകുന്ന ആൾക്കാരും ഞാൻ അടച്ചാക്ഷേപിക്കുന്നല്ല, പക്ഷെ നല്ലൊരു വിഭാഗത്തിന്റെ ലക്ഷ്യം എന്ന് പറയുന്നത് അവനവന്റെ കുടുംബം, ബന്ധുക്കള്, അതുപോലെ സഹപ്രവർത്തകര്, അവനവന്റെ അങ്ങാടി, അങ്ങനെയുള്ള സ്ഥലത്ത് അവനവനൊരു ഞാൻ ഇന്ന തറവാട്ടുകാരനാണ്, ഞാൻ ഇന്ന മഹല്ലപ്പെട്ടവനാണ്, ഇന്നോന്റെ വാപ്പയാണ്, ഇന്നോന്റെ മകനാണ് എന്നൊക്കെ കൃത്യമായിട്ട് എല്ലാവർക്കും ധാരണ ഉണ്ടാവും. അതുകൊണ്ട് എനിക്ക് ഇന്നടത്ത് പോകാൻ പറ്റൂല, ഇന്നത് ചെയ്യാൻ പറ്റൂല, ഇന്നത് പറയാൻ പറ്റൂല. ഇതൊരു ശരിക്കും ഒരു വലയമാണ് നമുക്കുള്ളത്. എന്നാൽ നമ്മളെ പരിചയമില്ലാത്ത ആളുകള്, പരിചയമില്ലാത്ത സ്ഥലങ്ങള്, പരിചയമില്ലാത്ത ദിനരാത്രങ്ങള്, അങ്ങനെയുള്ള സ്ഥലങ്ങളിൽ പോയി കഴിഞ്ഞ് ഞാനാരാ, കൂടുള്ള ആൾക്കാർക്കും അറിയില്ല, കൂടുള്ള ആൾക്കാരെ പറ്റി നമുക്കും അറിയില്ല. അപ്പൊ അവനവന്റെ സെഹുവത്തുകൾ മുഴുവനും പുറത്തെടുക്കാനും എല്ലാം അനുഭവിക്കാനും വേണ്ടി തന്നെയാണ്, ഹറാമുകൾ അനുഭവിക്കാൻ വേണ്ടി ഉണ്ടാക്കുന്ന സംവിധാനങ്ങളാണിത്. ഇത് ഞാൻ വിശ്വാസികളോടാണ് പറയുന്നത്. ഈ നാളെ മറ്റന്ന് അതിന്റെ പിന്നാലെ ഒന്നുങ്ങാണ്ട് ഇത്ര യാത്രകളൊക്കെ എല്ലാവരും പ്രയാസാക്കുകയാണ്. അത് ഇഷ്ടമുള്ള ആൾക്കാർ ചെയ്യുന്നുണ്ടാവും, അതിനും നല്ല നമ്മളോട് വിമർശിക്കുന്നത്. ഇസ്ലാമികമായി ചിന്തിച്ചാൽ അത്തരം യാത്രകളിൽ ഹറാമുകൾ വരാൻ സാധ്യത ഏറെയാണ്, യാതൊരു തർക്കവും വേണ്ട. അപ്പൊ ഇസ്ലാമിനെ പറ്റിയുള്ള യാത്രനെ പറ്റിയുള്ള കാഴ്ചപ്പാട് എന്താ? ഇസ്ലാം യാത്രാ വിലക്കൊന്നും പറഞ്ഞിട്ടില്ല, യാത്ര ചെയ്യാന്നാ പറഞ്ഞു. പക്ഷെ ആ യാത്രയിലും എന്താണ്? അള്ളാനെ കുറിച്ചുള്ള ഓർമ്മ വർദ്ധിപ്പിക്കാനാണ് യാത്രകൾ വേണ്ടതെന്നാ. നിങ്ങൾ ഭൂമിയിലൂടെ യാത്ര ചെയ്യുവീൻ, എന്നിട്ട് ഫൻദുറൂ നിങ്ങൾ നോക്കുവീൻ, കൈഫ ബദഅൽ ഖൽഖ് എങ്ങനെയാണ് സൃഷ്ടിപ്പിന്റെ തുടക്കമെന്ന് നിങ്ങൾ ചിന്തിക്കുവീൻ. പിന്നെ എങ്ങനെയാണ് അള്ളാഹു രണ്ടാമത് നിങ്ങളെ എഴുന്നേൽപ്പിക്കുന്നത്, പരലോകത്ത് നിങ്ങൾ ചിന്തിക്കുവീൻ. ഇന്നല്ലാഹ അലാ കുല്ലി ഷൈഇൻ ഖദീർ എന്നാ പറഞ്ഞത്. അപ്പൊ യാത്രകൾ എന്തിനു വേണ്ടിയാ? അള്ളാഹുവിൽ നിന്ന് അകലാനല്ല, മതത്തിൽ നിന്ന് അകലാനല്ല, അള്ളാഹുവിലേക്ക് അടുക്കാനാണ്, ഈ പ്രപഞ്ചത്തിന്റെ വലുപ്പം അറിയാനാണ്. പക്ഷെ ഇപ്പത്തെ യാത്രകൾ എന്തിനാ? അള്ളാഹിനെ കുറിച്ച് മറപ്പിക്കാനാണ്, അവനവന്റെ ധർമ്മം ഇല്ലാതെയാക്കാനാണ്, അവനവന്റെ ധാർമ്മികത ചവിട്ടിയരക്കാൻ വേണ്ടിയാണ്, ആ ഓരോ ഹറാമുകളിലൂടെ അഭിരമിക്കാൻ വേണ്ടിയാണ്. അതിനുവേണ്ടിയാണ് യാത്രകൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. യാത്രയെക്കുറിച്ച് എന്താ റസൂലുള്ളാഹി പറഞ്ഞത്? അസ്സഫറു ഖിത്അതും മിനൽ അദാ. യാത്ര എന്ന് പറയുന്നത് ശിക്ഷയിൽ നിന്നുള്ള ഒരു കഷ്ണമാണ്. കാരണം യംനഉ അഹദകും നൗമഹു വതആമഹു വശറാബഹു, നിങ്ങളുടെ
ഉറക്കിനെ അത് തടയപ്പെടുന്നുണ്ട്, നിങ്ങളുടെ ഭക്ഷണത്തെ അത് തടയപ്പെടുന്നുണ്ട്, നിങ്ങളുടെ വെള്ളത്തെ അത് തടയപ്പെടുന്നുണ്ട്. ഭക്ഷണവും വെള്ളവും ഉറക്കവും ഒക്കെ ക്രമീകരണം തെറ്റുന്നതാണ് യാത്ര എന്ന് പറയുന്നത്. ഫഇദാ ഖലാ അഹദുക്കും, അതുകൊണ്ട് നിങ്ങളിൽ ആരെങ്കിലും അത്യാവശ്യ യാത്രകൾ നടത്തുകയാണെങ്കിൽ തന്നെ അത് കഴിഞ്ഞാൽ നഹ്മതഹു ഫൽയുഅജ്ജിൽ ഇലാ അഹ്ലിഹി, ആ ഉദ്ദേശം പൂർണ്ണമായാൽ നിങ്ങൾ വേഗം നിങ്ങളുടെ വീട്ടിലേക്ക് മടങ്ങി വരണം എന്നാണ്. അതിന്റെ അർത്ഥം എന്താ? യാത്ര എന്ന് പറയുന്ന ഒരു ആവശ്യത്തിന് വേണ്ടിയായിരിക്കണം. അത് കഴിഞ്ഞാൽ പിന്നെ ചുറ്റിത്തിരിയാൻ പാടില്ല. ഏറ്റവും മോശപ്പെട്ട സ്ഥലം അങ്ങാടിയാണെന്ന് പറഞ്ഞില്ലേ, ഏറ്റവും നല്ല സ്ഥലം പള്ളിയാന്ന് പറഞ്ഞില്ലേ. അതുകൊണ്ട് അങ്ങാടിക്ക് ഒരു ആവശ്യത്തിന് പോവുക, ആവശ്യം കഴിഞ്ഞാൽ തിരിച്ചു വരിക. അതുപോലെ യാത്രകൾ ഒരു ആവശ്യത്തിന് പോവുക, ആവശ്യം കഴിഞ്ഞാൽ തിരിച്ചു വരിക. ഇപ്പൊ അങ്ങനെയല്ല, യാത്ര ജീവിതത്തിന്റെ ഒരു ഭാഗമാക്കി കൊണ്ടുവരുന്നു. എന്നാൽ കുടുംബത്തിനോടൊപ്പം യാത്ര ചെയ്യാൻ താല്പര്യമില്ല, ഭാര്യനോടൊപ്പം യാത്ര ചെയ്യാൻ താല്പര്യമില്ല. തന്റെ 2ാം ക്ലാസ് പഠിച്ച്, 10ാം ക്ലാസ് പഠിച്ച്, +1 പഠിച്ച്, അതുപോലെ പിന്നെ B.Ed പഠിച്ച് ആ പഴയ ആളുകളൊക്കെ തട്ടിക്കൊടഞ്ഞ് എഴുന്നേൽപ്പിച്ച് കൊണ്ടുവന്ന് അതിന്റെ ബാച്ച് പരിപാടി ഉണ്ട്. അത് 4 ദിവസവും 8 ദിവസവും 10 ദിവസവും എല്ലാ പ്രായക്കാർക്കും പോകാൻ ഒരു പ്രയാസമല്ല. ഇത്തരം കൂട്ടായ്മകളും അത് നന്മക്ക് വേണ്ടി ഉപയോഗപ്പെടുത്തുന്നതും ഒരു തെറ്റായ കാര്യമാണ് എന്ന് ഒരിക്കലും ഞാൻ പറയുന്നില്ല. എന്നാൽ അത് വെച്ചുകൊണ്ട് അവനവന്റെ ശഹ്വത്തുകൾ, അവനവന്റെ ഉള്ളിലുള്ള, ഒരിക്കലും തന്റെ ഭാര്യയുടെ മുമ്പിൽ വെച്ച് ചെയ്യാൻ പറ്റാത്ത, ഭർത്താവിന്റെ മുമ്പിൽ ചെയ്യാൻ പറ്റാത്ത കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടി ആളുകൾ ഇത് ഉപയോഗിക്കുന്നുണ്ട്. ഈ കഴിഞ്ഞ ദിവസം ഒരു ഹോട്ടലിൽ ഒരു അത്യാവശ്യത്തിന് പോണ്ടി വന്നപ്പോ അവിടെ ഭയങ്കരമായ സൗണ്ട്. അപ്പൊ ആ സൗണ്ട് കേൾക്കുന്നത് എവിടുന്നാ നോക്കുമ്പോ ഒരു 60-70 വയസ്സിന് മുകളിലുള്ള ആളുകളാണ്. അവർ മിലിറ്ററിയിൽ നിന്ന് പിന്നെ തിരിച്ചു വന്ന ആൾക്കാരാണ്. അവരുടെ ഒരു സംഗമം കൂടിയിരിക്കുകയാണ്. മുഴുവൻ ആളുകളും മദ്യപിച്ച് പരിസരബോധമില്ലാതെ, പലർക്കും തുണിയില്ലാതെ അവിടെ ആർത്തലച്ചുകൊണ്ടിരിക്കുകയാണ്. പേരക്കുട്ടികളും ഒക്കെ പ്രായമുള്ള മനുഷ്യന്മാരാണ്. എന്തിനായി കൂടുന്നത്? എന്നിട്ട് ഇതിന്റെ ഒരു അവസ്ഥ കൊണ്ടുവന്ന് ഇതിന്റെ പിന്നാലെ എല്ലാവരും പോകുന്ന, ഇത് റീൽസായി കൊണ്ടുവന്നാൽ എല്ലാവരും ആ വഴിക്ക് പോകുന്ന ഒരു അവസ്ഥ ഇന്ന് സമൂഹത്തിലുണ്ട്. നല്ല ക്ഷമയില്ലെങ്കിൽ ഈ കാലഘട്ടത്തിൽ ഈമാൻ സംരക്ഷിക്കാൻ കഴിയില്ല സുഹൃത്തുക്കളെ. അതുകൊണ്ട് ഈ കാണുന്നതൊക്കെ നമ്മൾ ഇസ്ലാമാണ്, ഈ ഒരു മുസ്ലിമാണ് ചെയ്യാൻ പറ്റുന്ന പരിപാടി എന്ന് വിചാരിച്ച ഒരാളും ഇന്ന് ഇറങ്ങിത്തിരിക്കാൻ പാടില്ല. ഒരു പെൺകുട്ടിയെ പറ്റി എന്താ പറഞ്ഞേ? അത് മഹറമില്ലാതെ യാത്ര ചെയ്യാൻ പാടില്ല എന്ന് ഇസ്ലാമിന്റെ അടിസ്ഥാനമല്ലേ. എന്നിട്ട് ആ കുട്ടികളാണ് ഒറ്റയ്ക്ക് ബൈക്ക് കൊടുത്തിട്ട് ഞാൻ കാശ്മീർക്കാണ്, ഞാൻ ഡൽഹിക്കാണ്, എന്നിട്ട് അതിന് ആ മക്കളൊക്കെ പിന്നെ വാപ്പി ഇമ്മിയും എല്ലാവരും കൂടെ വന്ന് അതിന് കൊടി ഉയർത്തി കാണിച്ചു കൊടുക്കുക. ആ കുട്ടികൾ അതിന്റെ യാത്രയായിട്ട് കാര്യങ്ങളായിട്ട് പോവുക. അപ്പൊ അത് രാത്രി ഒരു പ്രത്യേക ട്രിപ്പ്, രാത്രി 11 മണി മുതൽ നേരം വെളുക്കുമ്പോൾ 4 മണി വരെ ബൈക്കിൽ പ്രത്യേകമായ യാത്രകൾ, അതിന് പ്രത്യേകമായ ആളുകൾ. ഇവിടെ കുട്ടികൾ അതിന് വിടുക, അവർ പോയിട്ട് രാവിലെ തിരിച്ചു വരിക. ആരുമില്ലാത്ത സമയത്ത്, ആരും പരിചയമില്ലാത്ത സമയത്ത് എവിടേക്കാണ് ഈ കുട്ടികൾ പോകുന്നത്? ഇത് നോക്കാനും അത് നിയന്ത്രിക്കാനും കഴിയാത്തൊരവസ്ഥ എന്താ? അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്, ഇത് ഇസ്ലാമികമായി ഒരു വിശ്വാസിയുടെ സംസ്കാരത്തിന് യോജിച്ച രീതിയല്ല. രാത്രി കിടന്നുറങ്ങാനുള്ളതാണ്, വിശ്രമിക്കാനുള്ളതാണ്. ആ സമയത്ത് കണ്ടങ്ങാടിയിലൂടെ കറങ്ങാനുള്ളതല്ല. അതൊക്കെ ശ്രദ്ധിക്കണം. പിന്നെ എപ്പോഴാ അവർക്ക് സുബഹി കിട്ടുക? എന്തായിരിക്കും അവസ്ഥ? അത് വേറൊരു ഒരു ലിബറൽ വേൾഡ് ഓർഡറാണത്. ഇവിടെ നമ്മുടെ ഓർഡർ എന്ന് പറയുന്നത് പരലോകമുണ്ട്, പടച്ചമുണ്ട്, മതമുണ്ട് എന്ന വിശ്വാസത്തിന്റെ ഒരു ഓർഡറാണ്. ഇത് രണ്ടും 2 ഓർഡർ തന്നെയാണ്. ഒന്ന് ദുനിയാവിന്റെ ആൾക്കാരാണ്, ഒന്ന് ആഖിറത്തിന്റെ ആൾക്കാരാണ്. നമ്മൾ ഏത് ആൾക്കാരാണെന്ന് വേഗം തീരുമാനിക്കണം. അല്ലെങ്കിൽ രണ്ടിലും പെട്ടിട്ട് ഒന്നും അല്ലാതായി പോകുന്ന ഒരു അവസ്ഥയായിരിക്കും നമ്മുടെ മുസ്ലിം കമ്മ്യൂണിറ്റിക്ക് ഉണ്ടാകുക. അതുകൊണ്ട് ഈ കാര്യം നമ്മൾ ശ്രദ്ധിക്കുക. അള്ളാഹു അങ്ങനെയുള്ള എല്ലാ ചതിക്കുഴികളിൽ നിന്നും നമ്മളെയും നമ്മുടെ കുടുംബത്തെയും കാത്തുരക്ഷിക്കുമാറാകട്ടെ. നമ്മുടെ ജീവിതത്തിൽ വന്നുപോയ ചെറുതും വലുതുമായ എല്ലാ പാപങ്ങളും അള്ളാഹു വിട്ടുപുറത്ത് മാപ്പാക്കി തരുമാറാകട്ടെ. നമ്മുടെ കൂട്ടത്തിൽ രോഗം കൊണ്ട് കഷ്ടപ്പെടുന്ന ഒട്ടനവധി ആളുകളുണ്ട്. അവർക്കൊക്കെ അള്ളാഹു സമ്പൂർണമായ ശമനം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ഞാൻ ഇങ്ങോട്ട് വരുന്ന സമയത്ത് ഒരുപാട് ആളുകൾ പ്രാർത്ഥന കൊണ്ട് വസീയത്ത് ചെയ്തിട്ടുണ്ട്. ഒരു സഹോദരി പ്രസവത്തിൽ തന്റെ കുഞ്ഞ് മരിച്ച് പ്രയാസപ്പെടുന്ന, അവരുടെ ജീവനും പ്രയാസത്തിലായിക്കൊണ്ട് ഹോസ്പിറ്റലിലുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ ഈ പള്ളി ദീർഘകാലം, നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, ഇവിടുന്ന് ഇറങ്ങിപ്പോകുന്ന സമയത്ത് അദ്ദേഹമാണ് പലപ്പോഴും ബക്കറ്റ് പിടിച്ച് അവിടെ നിൽക്കാറുള്ളത്. ഇതിന്റെ കലക്ഷൻ, ഇതിന്റെ ക്ലീനിങ്ങും മറ്റു കാര്യങ്ങളും ഈ പള്ളിയോട് ഒട്ടി നിൽക്കുന്ന നമ്മളെ ബഷീർ സാഹിബ് പെട്ടെന്ന് അസുഖം വന്ന് വളരെ അത്യാസന്നമായ ഒരവസ്ഥയിൽ ആശുപത്രിയിലാണ്. അങ്ങനെ ഒരുപാട് ആളുകളുണ്ട്. അവർക്കൊക്കെ അള്ളാഹു സമ്പൂർണമായ ശമനം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. എത്രയും വേഗം അള്ളാഹു അവരെ സാധാരണ ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരുമാറാകട്ടെ. നമ്മുടെ ജീവിതത്തിൽ വന്നുപോയ ചെറുതും വലുതുമായ എല്ലാ പാപങ്ങളും അള്ളാഹു വിട്ടുപുറത്ത് മാപ്പാക്കി തരുമാറാകട്ടെ. നാളെ പരലോകത്ത് സ്വർഗത്തിലേക്കും നരകത്തിലേക്കും ആളുകൾ തിരിക്കുമ്പോൾ സ്വർഗത്തിലേക്ക് പോകുന്ന യഥാർത്ഥ മുത്തക്കികളിൽ, മുഅ്മിനുകളിൽ അള്ളാഹു നമ്മെവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. അല്ലാഹുമ്മ ഇഗ്ഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് അൽ അഹ്യാഇ മിൻഹും വൽ അംവാത്ത്